2019 ഇലക്ഷൻ്റെ കാലത്ത് LDFന് എന്തോ വലിയ തിരിച്ചടി കിട്ടി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുടെ ഒരു കാര്യം പറയാം. പ്രിയ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹമാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് ഘോരം പ്രസംഗിച്ചിട്ട് നിങ്ങൾ വയനാട്ടിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ 2019 ഇലക്ഷനെ കോൺഗ്രസ് നേരിട്ടത് അല്ലേ? അതിൻ്റെ പ്രതിഫലമാണ് പറയുന്ന 2019 കോൺഗ്രസ് കിട്ടിയത്. അതാണ് 19 ഒന്നായിട്ട് ചുരുങ്ങിയത്. രണ്ടാമത്തെ കാര്യം, 2025 ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അന്നേരം 19 ഒന്നായി കുറയാനുള്ള വ്യത്യാസം കാരണം ശബരിമല ഉണ്ടായിട്ടാ 2025 വ്യത്യാസം വന്നത്? അന്ന് ശബരിമലയിൽ യുവതി പ്രവേശനം ഉണ്ടായിരുന്നോ? ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിച്ചായിരുന്നോ? അതിൻ്റെ തിരിച്ചടിയാണ് 2021 കിട്ടിയത്. അതിൻ്റെ മറുപടി കൂടെ കോൺഗ്രസ് പറയണ്ടേ? അങ്ങനെയല്ല പറയേണ്ടത്. 2019 നടന്നത് തന്നെയാണ് 2021, 2025 നടന്നത്. ഞാൻ പറയുന്നത് ശബരിമല യുവതി പ്രവേശനം ജനങ്ങളെ ബാധിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ അത്? 2019, 2025 ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറുതെ ഞാൻ പറയുന്നത് ആകാശത്തു നിന്നൊരു സംവിധാനം നല്ല രീതിയിൽ മതമൈത്രിയോട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കാണ്. എന്നിട്ട് ഇന്ന് വന്നിട്ട് AICC ജനറൽ സെക്രട്ടറി പറയുകയാണ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. എന്താ പറഞ്ഞു നോക്കേണ്ടത്? എന്താണ് പറഞ്ഞു നോക്കേണ്ടത്? കേരളത്തിലെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റും എന്ന് പറഞ്ഞു നോക്കാനാണോ? എന്നിട്ടാണോ നേരത്തെ പറഞ്ഞ പോലെ രാമജപ ഘോഷയാത്രയും രാത്രി ദീപം തെളിച്ചതും ബന്ധകൊളുത്തി പ്രവർത്തനം കേരളത്തിൽ നടത്താൻ വേണ്ടിയിട്ട് ഉള്ള സാമുദായിക മതമൈത്രി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതാണോ ചെയ്തു കൊടുക്കേണ്ടത്? അതാണോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട്? സ്മൃതി മേഡം നേരത്തെ പറഞ്ഞല്ലോ, CPM-ൻ്റെ നിലപാട് പറയാന്ന് പറഞ്ഞില്ലേ? കോൺഗ്രസിന് 2 നിലപാടാണ്. രാഹുൽ ഗാന്ധിക്ക് ഒരു നിലപാടും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു നിലപാടും. ഇവർക്ക് ഒരു നിലപാടുണ്ടോ? ഇപ്പം പറ, കോൺഗ്രസിൻ്റെ കേരളത്തിലെ നിലപാടെന്താ? അല്ല, യഥാർത്ഥ കോൺഗ്രസിൻ്റെ നിലപാടെന്താ? മുഴുവൻ കേരളവും കേന്ദ്രവും മറ്റുള്ള സംസ്ഥാനം എല്ലാം കൂടിയതാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്താ നിലപാട്? ഈ തുല്യത വേണം എന്നുള്ളതാണോ? കോൺഗ്രസിലേക്ക് ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റണം എന്നാണോ? കയറ്റണ്ടെന്നാണോ? തുല്യത വേണം എന്നുള്ള നിലപാട് കോൺഗ്രസിനുണ്ടോ? കോൺഗ്രസിന് തുല്യത വേണം എന്നുള്ള നിലപാടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ തുല്യത വേണമെന്ന് തുല്യത വേണമെന്ന് രാഹുൽ ഗാന്ധി പറയുകയും കേരളത്തിലെ കോൺഗ്രസ് തുല്യത വേണ്ട എന്ന് പറയുന്നത് ഇതാണോ കോൺഗ്രസ് നിലപാട്? CPM-നോട് നിലപാട് ചോദിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ മതി. ഈ പറയുന്ന ശബരിമലയിൽ യുവതി പ്രവേശനം കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തുല്യതയെ കുറിച്ച് കോൺഗ്രസിന്റെ നിലപാട് എന്താ? കയറ്റാൻ പാടില്ല എന്ന് പറയുകയും തുല്യത വേണം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? സർക്കാർ നിലപാട് പറഞ്ഞിട്ടുണ്ട്. 2016, 2006 അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ നിലപാട്. അന്ന് പിണറായി സർക്കാരല്ല ഭരിക്കുന്നത്, അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ്. അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് തുല്യത വേണം, തുല്യത നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് പേപ്പർ സുപ്രീം കോടതി കൊടുത്തിട്ടില്ലേ? ഇതിങ്ങനെ ഈ ഒരു സുവർണാവസരം കാത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ BJP-യുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് അല്ലേ? ശബരിമല മാത്രമേ കേരളത്തിൽ പ്രശ്നമുള്ളൂന്നേ. കഴിഞ്ഞ 6-7 മാസമായിട്ട് ശബരിമലയല്ലാതെ വേറൊരു പ്രശ്നം കേരളത്തിലില്ലേ? കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ലേ? ഇന്നൊരു കർഷകൻ ആത്മഹത്യ ചെയ്തു. എന്തേ സമരം നടത്താത്തത്? കേരളത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പ്രശ്നമല്ല കേരളത്തിൽ ഈ പറയുന്ന താമസിക്കുന്നതും സാധാരണക്കാരായ ആൾക്കാരൊന്നുമില്ല. ഇവിടെ ക്രിസ്ത്യാനിയും ഇവിടെ മുസ്ലിമും ഇവിടെ വേറെ മതക്കാരോ ആരുമില്ല. ഇവിടെ ഹിന്ദുക്കൾ മാത്രം ശബരിമലയുമായിട്ട് മാത്രമായിട്ട് ജീവിക്കുകയാണോ? അങ്ങനെയാണോ ഒരു സംസ്കാരം രൂപപ്പെടുത്തേണ്ടത്? ഇവരാണോ കേരളത്തിൽ ഭരിച്ചിട്ട്? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ശബരിമലയുടെ നിലപാടെന്താ? തുല്യതയുടെ നിലപാട് എന്താ? ഗവൺമെന്റിന്റെ അല്ല, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഞങ്ങളെ അധികാരത്തിൽ എന്ത് ഉമ്മൻചാണ്ടി സത്യവാങ്മൂലം ഉണ്ടെന്ന്. യുവതി പ്രവേശം എന്നുള്ളത് ആചാര ലംഘനമാണ്, അത് പറ്റില്ല. സ്ത്രീ തുല്യതയ്ക്ക് വിരുദ്ധമായ ഒരു നിലപാടല്ലാതെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നുള്ളതല്ല, യുവതികൾക്ക് പ്രവേശനമില്ല എന്നുള്ളത്. പുരോഗമന കാലത്ത് ഈ സ്ത്രീകളെ മതാടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുന്നതാണോ തുല്യത എന്ന് പറയുന്നത്? ഒരു കാറ്റഗറിയിലുള്ള സ്ത്രീകളെ അല്ല ഞാൻ പറയുന്നത്. ഏത് ആർത്തവ കാലത്ത് സ്ത്രീകളെ മാറ്റി നിർത്തുന്നതാണോ പുരോഗമന തുല്യത? അതുതന്നെയാണോ തുല്യത? രാഹുൽ ഗാന്ധിക്ക് എന്തേ ആ തുല്യത മനസ്സിലാക്കാത്തേ? ഉമ്മൻചാണ്ടി പറഞ്ഞ തുല്യത എന്തേ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവാത്തേ? ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഇത് നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഞങ്ങളിതാ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷവും ഇല്ലാന്നല്ല പറയേണ്ടത്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷവും ഇല്ലയെന്ന് പറയണ്ടേ? പക്ഷേ എന്താ തിരിച്ചു പറയുന്നറിയോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, യുവതികളെ കയറ്റുക എന്ന് പറഞ്ഞു നോക്കൂ, ബാക്കി ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയുന്നതാണോ ഈ തുല്യത എന്ന് പറയുന്നത്? അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്, സുവർണാവസരം, അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട മാത്രം സുവർണാവസരം കേട്ടോ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട സുവർണാവസരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധി വിധി വന്ന ഉടനെ പറഞ്ഞു ഇത് ഏറ്റവും നല്ല വിധിയാണ്, ഇതുപോലെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് പറയുന്നു.
BJP പറഞ്ഞു ഇത് ഇങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് പറഞ്ഞു, RSS പറഞ്ഞു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഏത് BJP അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ പറയാണ് അയ്യോ നല്ല ഗംഭീരമായ വിധി, അങ്ങനെ സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറണം എന്ന് പറയാണ്. കോൺഗ്രസ് സമരം നടത്തുമ്പോഴും രാഹുൽ ഗാന്ധി അത് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തെ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കുഴയ്ക്കുന്നതിൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സർക്കാരാണോ അധികാരത്തിൽ വരേണ്ടത്? അതും കൂടെ ആലോചിച്ചാൽ മതി. കേരളത്തിൽ ജനങ്ങളത് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് നിലപാട്? ഞാൻ പറയുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണ്ട, ഇത് 5 വർഷമായിട്ട് ഞാൻ പറയുന്നത് പക്വതയോടുകൂടി എടുത്ത തീരുമാനമല്ലേ കഴിഞ്ഞ 2 പ്രാവശ്യം. എസെൻഷ്യൽ റിലിജിയൻസ് പ്രാക്ടീസ് ആണോ എന്നുള്ള ഒരു ചോദ്യം ആണല്ലോ ഇപ്പൊ പരിഗണിക്കുന്നത്. അതിപ്പോ അതിൽ തന്നെ 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. നമ്മളൊരു വിശ്വാസിയോട് ചോദിക്കുകയാണെങ്കിൽ അതായത് ശബരിമലയിലെ ആചാരം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ട് വളർന്നു വന്ന ഒരു വിശ്വാസിയോട്, ഞാൻ 91 മുമ്പുള്ള വിശ്വാസികളോട് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ കേട്ട് വളർന്നു വന്ന ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ നിസ്സംശയം പറയും എൻ്റെ വിശ്വാസം അങ്ങനെയാണ്, അതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്ന് പറയും. അതേ സമയത്ത് അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയും അതിനെ എന്താ പറയുക നമ്മളൊരു സയൻറ്റിഫിക് ടെമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ പറയും അത് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത്. ഇത് പരിശോധിക്കാനാണ് നാട്ടിലുള്ള പരമോന്നതമായ കോടതി ഇതിലൊരു തീരുമാനമെടുക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പരിശോധിക്കുന്ന കാര്യം എന്താണ്? ഈ വിശ്വാസം വേഴ്സസ് ലിംഗസമത്വം, ഇതിലേതിനാണ് മുൻഗണന എന്ന് ചോദിക്കും. ഒരു വിശ്വാസിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിശ്വാസത്തിനാണ് മുൻഗണന എന്ന് പറയും. അതേസമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ സ്പിരിറ്റ് ഉള്ള ഒരാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും ലിംഗസമത്വത്തിനാണ് മുൻഗണന എന്നുള്ളത്. ഇതും രാജ്യത്തെ ഒരു അതായത് 9 അംഗ ബെഞ്ച് പരിഗണിക്കാൻ പോവുകയാണ്, അതിലൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഈ യുവതി പ്രശ്നവുമായി ബന്ധപ്പെട്ട വിധി വന്ന സമയത്ത് LDF അതിനെ പിന്തുണച്ചു, ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് എന്ന തീരുമാനമെടുത്തു. കോൺഗ്രസ് തത്വത്തിൽ വിധിയെ അംഗീകരിച്ചു, പക്ഷെ അത് നടപ്പിലാക്കുന്ന രീതിയെ വിമർശിച്ചു. BJP അതിൽ സുവർണാവസരം കണ്ടു. നോക്കിയപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരാൻ പോവുകയാണ്. ഒരു കേസ് പരിഗണിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ഒരു നിയമം ഉണ്ടാകണം. ആ നിയമം ഉണ്ടാക്കാനുള്ള ചുവടുവെപ്പിലേക്ക് കോടതി കടക്കുകയാണ്. അത് കടക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ പറയേണ്ട സമയത്ത് സർക്കാർ പറയട്ടെ. Meet the editors.